അപ്പോൾ ധന്യ, ഈ പറയാം നേടാം കണ്ടു കാണുമല്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 3 സെഗ്മെൻ്റാണ്. കേറിവാടാ മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണം. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ താമസിക്കുന്നത് ഇപ്പം? ഞങ്ങള് പട്ടത്താ താമസിക്കുന്നത്. പട്ടത്ത്? അതെ, ട്രിവാൻഡ്രം പട്ടം. അപ്പോൾ ജോണ് വന്നിട്ടുണ്ടോ? ആൾക്ക് വരാൻ പറ്റിയില്ല, ഒരു ഷൂട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു വരാനേ ഇരുന്നേ. ഞാൻ വിചാരിച്ചു ഒന്നിച്ച് കാണാം. അതെ, ഞാനൊന്ന് സമാധാനിച്ചു, എന്തെങ്കിലും പറഞ്ഞു തരാൻ കാണുമെന്ന്. എന്തായാലും സന്തോഷം. ഒത്തിരി നാളിന് ശേഷമാണ് കാണുന്നത് അല്ലേ? അതെ, ഒത്തിരി. നേരത്തെ എന്തോ ഒരു ഫ്ലാറ്റിന്റെ ബിസിനസ് അതെ, കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ വർക്ക് നടക്കുന്നില്ല. അത് കുറച്ച് കേസും അതൊക്കെ ആയതുകൊണ്ട് സ്റ്റേ ആയിട്ട് അല്ല, വേറെ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? പുള്ളി ചെറുതായിട്ട് ഇന്റീരിയർ വർക്കും അങ്ങനെ ഒരു കമ്പനി ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അഭിനയമാണ്, മെയിനായിട്ട് അഭിനയമാണ്. പിന്നെ മറ്റു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലെ ഒരു. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലോട്ട് കയറാം അല്ലേ? എനിക്കിപ്പോ ഞാൻ എന്തോ ഒരു PSC ടെസ്റ്റിനോ എന്തോ ഇരിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ. അതൊന്നും വേണ്ട. അപ്പൊ എനിക്ക് ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ ചോദ്യം മുഴുവൻ ഉസ്താദ് ഹോട്ടൽ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം മുഴുവൻ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ്. തിലകൻ ചേട്ടൻ, അതാണ് ഒരു വിഷമം. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റും എല്ലാം നേരിട്ട് കാണാനും ആ ലെജൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തെ ഉത്തരങ്ങളും ധന്യക്ക് പറയാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രമിച്ചു നോക്കാം. കാരണം ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. എപ്പോഴും നമ്മളിപ്പോൾ പാട്ടുകൾ കേൾക്കുന്നു, പിന്നെ ഡയറക്ടറായാലും അതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എനിക്ക് അത്ര ഓർമ്മ വരത്തില്ല. നോക്കാം, നമുക്ക് ക്ലൂവൊക്കെ തന്ന് നമുക്ക് പൊക്കിയെടുക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെ. കേറിവാട മക്കളയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ദുൽഖർ ചെയ്ത ഫൈസി എന്ന കഥാപാത്രത്തിന് എത്ര ഇത്താത്തമാരാണ് ഉള്ളത്? A 4, B 3, C 2. രുദ്ര ഫേസ് നോക്കുകയാണെങ്കിൽ 4. A4നെ ഞാൻ എടുത്തിട്ട് പൂട്ടി ഇവിടെ വെച്ചു. എവിടെ വെച്ചാണ് ഈ ജോണിനെ കണ്ടത്? ശരിക്കും ഞങ്ങൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസിനാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഏത് വർഷം? 2010. അതെ, 2010-11 ആ ഒരു പീരീഡിലാണ്. ഞങ്ങൾ 10 ഡിസംബറിലാണ് ഫസ്റ്റ് മീറ്റ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നല്ലേ? 10 ഡിസംബറിനാണ് ആദ്യമായിട്ട് കാണുന്നത്. അതെ, അത് മറക്കൂല. കാരണം അതും ഞങ്ങൾ സംഭവിച്ചോ? ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഒരു മറക്കില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒന്നിച്ച് കുറച്ച് ഈ എന്താ പറയുക പ്രോഗ്രാമിന് ട്രാവൽ ചെയ്യേണ്ടൊക്കെ വന്നപ്പോൾ അടുത്തടുത്ത സീറ്റിലല്ല ഞങ്ങൾ ഒരു ഷോ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു മൂവി ആൾ ചെയ്തു, ടൂർണമെന്റ് എന്ന് പറഞ്ഞ മൂവി ചെയ്തു. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ പറയാൻ ഇട വന്നത് ഞങ്ങൾ ഒന്നിച്ച് കാറിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആള് ഫ്രണ്ടിലിരുന്നു, ഞാനും മമ്മിയും എൻ്റെ ബ്രദറും ബാക്കിലുണ്ടായിരുന്നു. അതെ, തൽക്കാലം ആ ഒരു സമയത്ത്. ഞാൻ എടുത്തു ചോദിക്കുന്നത് ആ 10 ഡിസംബറിന് എന്താണ് പ്രത്യേകത? 2010 ഡിസംബർ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു ഒരു ബ്രാക്കറ്റിൽ. അത് പറയാൻ കാരണം ആ മീറ്റ് ചെയ്തത് ഒരു ഡിസംബർ ആയിരുന്നു. ആ ഒരു സമയം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കാരണം പുള്ളി ഇടയ്ക്ക് പറയും നമ്മൾ കണ്ട ഒക്കേഷൻ കാര്യങ്ങളൊക്കെ. പുള്ളി എങ്ങനെ പറയുന്നേ? വലിയ ഹാപ്പി. 10 ഡിസംബറിന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അങ്ങനെയാണോ? അങ്ങനെയല്ല, ഒരിക്കലും അല്ല. അല്ല, പുള്ളി ഞങ്ങൾ അതിനുശേഷം പിന്നെയും പല പ്രാവശ്യം പലയിടത്തും വെച്ച് കാണാനിട വന്നു. അപ്പോഴും ഓർമ്മയിൽ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇഷ്ടമെല്ലാം പറയുന്നതും പ്രപ്പോസലെല്ലാം വരുന്നതും. അപ്പം ഈ ഒരു 2010 ഞാൻ ആ പ്രോഗ്രാം മറക്കത്തില്ല. അപ്പൊ ഞാൻ ഡാൻസ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ് US-ല്. വീണ്ടും അതിങ്ങനെ വീണ്ടും ഒരു ട്രിപ്പ്, അത് വീണ്ടും ദൈവം അങ്ങനെ കൊണ്ട് എത്തിച്ചു. ഇതായിരുന്നു നിമിത്തം. അല്ലാണ് അങ്ങനെ ശരിക്കും വേറെ ഇപ്പം ഞാൻ US ആ ഒരു ഷോ ചെയ്യണ്ടെന്ന് പലവട്ടം ആലോചിച്ചതാണ്. വേണ്ട, പോണ്ട അങ്ങനെ. അങ്ങനെയല്ല. പിന്നെ
പിന്നെ അവരൊക്കെ ഉള്ളതുകൊണ്ട് നീ വാ ധൈര്യമായിട്ട് വാ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പല എടുത്ത് വെച്ച് കാണിക്കുകയും പല ഷോസ് ഒന്നിച്ച് ചെയ്യുകയും ചെയ്തു. അമൃതയുടെ തന്നെ ഞങ്ങളൊരു ഷോ ചെയ്തു. അതിൽ ഞങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്തു. ഒന്നിച്ച് ഒരു ഡാൻസ് ഒരു സോങ്ങിന് തന്നെ പെർഫോം ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് US ട്രിപ്പിലും പോകുന്നത്. എന്നാണ് കല്യാണം നടന്നത്? കല്യാണം 2012 ജാനുവരിയിൽ. 2 വർഷം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു 2 വർഷം അങ്ങനെ പ്രണയിച്ചില്ല അത്രയും നാളൊന്നും. ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു. ആ പരിചയം നമ്മളുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറി. എന്ന് വെച്ചാൽ നല്ല ഒരു ബന്ധമായി. ശേഷം എപ്പോഴോ പ്രപ്പോസ് ചെയ്തു. അത്രേ ഉള്ളൂ. അങ്ങനെ അതങ്ങ് സംഭവിച്ചു. ഓക്കെ, ബാക്കി ഞാൻ പിന്നെ ചോദിക്കാം. ഓക്കെ. അപ്പം ഉത്തരം A4 ആണ് തന്നിരിക്കുന്നത്. അതെ, 4 കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ 2000 രൂപ സമ്മാനമായിട്ട് എത്തിയിട്ടുണ്ട്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാട മക്കളെ, ഇതാ രണ്ടാമത്തെ ചോദ്യം. ഫൈസി പെണ്ണ് കാണാനെത്തുന്ന പെൺകുട്ടിയുടെ പേരെന്താണ്? A സുഹാന, B ഷഹാന, C മുംതാസ്. 20 seconds. സുഹാന, ഷഹാന, മുംതാസ്. എന്തായാലും മുംതാസ് അല്ല. ഈ സുഹാനയും ഷഹാനയും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ എനിക്ക് തോന്നുന്നത് ഷഹാന എടുത്തിട്ട് പൂട്ടട്ടെ. പൂട്ടിക്ക്. ഷഹാന B ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ ഇട്ടിരിക്കും. അവിടെ കിടക്കട്ടെ. പിന്നെ ഈ കല്യാണം കഴിഞ്ഞും യാത്രകളുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് യാത്രകൾ ഉണ്ടായിരുന്നു വെച്ചാൽ വളരെ കുറച്ചേ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളൊരു സിംഗപ്പൂർ ട്രിപ്പ് പോയി. അന്ന് അവിടെ വെച്ച് നമ്മൾ കാണാനിട വന്നു. സെയിം ഹോട്ടലിലായിരുന്നല്ലോ അവന്. അങ്ങനെ സിംഗപ്പൂർ പിന്നെ ഹോങ്കോങ് അത്രയും ഒരു ട്രിപ്പ് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ മോനുണ്ടായി, പിന്നെ മോൻ്റെ കാര്യങ്ങളായി. അങ്ങനെ ജോഹാൻ. മോനിപ്പോ 2nd സ്റ്റാൻഡേർഡ് ആയി. 7 years. നന്നായിരിക്കട്ടെ. എവിടെ പഠിക്കുന്നു മോൻ? അവിടെ എൻ്റെ പേരൻസിന്റെ കൂടെ നിന്ന് പഠിക്കുക. അപ്പം മേരിഗിരി എന്ന് പറഞ്ഞ സ്കൂളില്. എവിടെ? കൂത്താട്ടുകുളം, ഞങ്ങളുടെ നാട്ടില്, എൻ്റെ നാട്ടില്. അവിടെ നല്ല സ്ഥലമാണ്. ഞാൻ അവിടെ ഒരുപാട് ഗാനമേളയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല പച്ചപ്പൊക്കെയുള്ള നല്ലൊരു ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. കുക്കിംഗ് ഒക്കെ അറിയോ? അത്യാവശ്യം കുക്ക് ചെയ്യും. എന്തൊക്കെ? അത്യാവശ്യം നോൺ വെജ് എല്ലാം ചെയ്യും. അത്യാവശ്യം ഈ യൂട്യൂബൊക്കെ കണ്ടുള്ള പരീക്ഷണങ്ങൾ കുറെ നടത്തും. ആരിലാ പരീക്ഷിക്കുന്നത്? പുള്ളിയിൽ തന്നെ. അതാണ് ഞാനിപ്പോ പുള്ളിയെ നോക്കുമ്പോൾ ഒരു വിഷാദ ലക്ഷണം. അയ്യോ അല്ല, പുള്ളിക്ക് ആക്ച്വലി ഇഷ്ടമാണ് എന്തെങ്കിലും പുതിയ ഡിഷസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. അതിന്റെ അടുത്ത ദിവസം പ്രോഗ്രാം ഒന്നും കാണത്തില്ല. പറയും ഇപ്പൊ അതിപ്പോ ശരിയായി ഇല്ലെങ്കിലും പുള്ളി അടിപൊളി എന്നേ പറയുള്ളൂ. കാരണം ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പുള്ളിക്ക് അറിയാം, മർമ്മം അറിയാം, നന്നായിട്ട് അറിയാം. എല്ലാം ഇങ്ങനെ പൊക്കി വിടും. അപ്പൊ പിന്നെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ബെറ്റർ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് പുള്ളിയിൽ കാണുന്ന ഒരു ഏറ്റവും നല്ല ഒരു സ്വഭാവം? നല്ല സ്വഭാവം, ആള് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എന്തുണ്ടെങ്കിലും തുറന്നു പറയും. ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടൊന്നും ഇല്ല, പറയും. മുഖത്ത് നോക്കി അറിയാം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതിലിപ്പോ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ട് വലിയ കഷ്ടമാണ് കേട്ടോ. അതെ അതെ, തന്നെ അതൊരു വലിയ വല്ലാത്തൊരു സംഭവമാണ്. മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്ന നമുക്ക് വല്ലാത്ത സഫോക്കേഷനാണ്. നേരെ മറിച്ച് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീരുവല്ലോ, കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് മറക്കുന്ന ആളുകളാണ്. വളരെ നല്ലതാണ്. മറവി ഏറ്റവും നല്ലതാണ് ചില കാര്യങ്ങൾക്ക്. അതെ അതെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ കുറച്ച് മറവികളൊക്കെ ആവശ്യമാണ്, വളരെ ആവശ്യം. അപ്പം B ഷഹാന ആണ് ഉത്തരം നൽകുന്നത്. ഷഹാന ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, അഗൈൻ യു വൺ 2000 rupees. ഇപ്പൊ 4000 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത് കറക്റ്റ്. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കുസൃതി ചോദ്യം. തിന്നത്തില്ല, കുടിക്കത്തില്ല, എന്തെങ്കിലും മിണ്ടണമെങ്കിൽ തല്ലിയാ മിണ്ടും. എന്താണ്? തല്ലിയ മിണ്ടും. തിന്നത്തില്ല, കുടിക്കത്തില്ല, എന്തെങ്കിലും അയാൾ സംസാരിക്കണമെങ്കിൽ തല്ലിയാ മിണ്ടും. അയ്യോ, എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മ തന്നെയില്ലല്ലോ. തല്ലിയിട്ട് സൗണ്ട് തല്ലിയിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ?
അറിഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ ചോദ്യങ്ങൾ കുറച്ച് കുറയ്ക്കണമല്ലോ, കാരണം അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അറിയാതെയൊക്കെ. അറിയാതല്ലോ, അറിയാതല്ല, അറിഞ്ഞോണ്ട് തന്നെ. അപ്പം എന്താണ് ഉത്തരം? പുള്ളി കഴിക്കത്തുമില്ല കുടിക്കത്തുമില്ല. കഴിക്കുമല്ല, തല്ലിയ തല്ലുന്ന എന്താണ് സൗണ്ട് വരികയും ചെയ്യും. തല്ലിയ ഉടനെ കേക്കാം, തല്ലിയ പറയും. തല്ലിയെ പറയും. എന്തായാലും റേഡിയോ അല്ല, തല്ലിയിട്ടല്ല, സ്വിച്ചാണ്. പറയട്ടെ, എന്തായാലും പറയാൻ പറ്റില്ല. പറഞ്ഞു. ചെണ്ട. ഞാനിങ്ങനെ കുറേ എനിക്ക് അങ്ങനെ ഒന്നും കണക്ട് ചെയ്ത് വന്നില്ല. പക്ഷെ എനിക്കറിയാം എന്തോ ഒരു തിങ് അതിനകത്ത് ഇതാണ്, തല്ലുമ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റോ എന്തോ ആണ്. പക്ഷെ എനിക്ക് ഒട്ടും വന്നില്ല.